നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. യുകെയിലേക്ക് കെയർ ടേക്കർ വിസ ശരിയാക്കി നൽകാമെന്ന് പറഞ്ഞ് തിരുവനന്തപുരം സ്വദേശിയിൽ നിന്ന് 44 ലക്ഷം രൂപ തട്ടിയ കേസിൽ വ്ലോഗറുടെ ഭർത്താവ് പിടിയിൽ. മുട്ടിൽ എടപ്പട്ടി കിഴക്കേപ്പുരയ്ക്കൽ ജോൺസൺ സേവിയറാണ് അറസ്റ്റിലായത്. കേസിൽ ജോൺസൺ സേവിയറിന്റെ ഭാര്യ വയനാട് മുട്ടൽ സ്വദേശിനിയായ നവമാധ്യമ ഇൻഫ്ലുവൻസർ അന്ന ഗ്രേസ് ഓസ്റ്റിൻ ഒന്നാം പ്രതിയാണ്. ഇവർ മുൻകൂർ ജാമ്യാപേക്ഷ നൽകിയിട്ടുണ്ട്. വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് കോഴിക്കോട്ട് നിന്നാണ് ജോൺസൺ സേവിയറെ കൽപ്പറ്റ പോലീസ് പിടികൂടിയത്. 2023 ഓഗസ്റ്റിനും 2024 മെയ് മാസത്തിനുമിടയിൽ 44,71,675 രൂപ സേവിയറും അനിയും കൂടി തട്ടിയെടുത്തു എന്നാണ് പരാതി. സോഷ്യൽ മീഡിയയിലൂടെയുള്ള ഇവരുടെ പരസ്യത്തിൽ വീണുപോയവരാണ് തട്ടിപ്പിനിരയായവരും. ഓട്ടിസം ബാധിച്ച കുട്ടിക്ക് യുകെയിൽ മികച്ച ചികിത്സാ സൗകര്യം ഒരുക്കി നൽകാമെന്നും കുടുംബത്തോടൊപ്പം അവിടെ താമസിപ്പിക്കാമെന്നും ദമ്പതികൾ വാഗ്ദാനം ചെയ്തു എന്നാണ് പരാതിയിലുള്ളത്. ഇൻസ്റ്റാഗ്രാം, ഫേസ്ബുക്ക്, യൂട്യൂബ് എന്നിങ്ങനെയുള്ള സോഷ്യൽ മീഡിയ പേജുകൾ വഴിയുള്ള പരസ്യം കണ്ടാണ് ഇവരുമായി യുവതി ബന്ധപ്പെടുന്നത്. ഓട്ടിസം ബാധിച്ച കുട്ടിക്ക് യുകെയിൽ മികച്ച ചികിത്സാ സൗകര്യം ഒരുക്കി നൽകാമെന്നും കുടുംബത്തോടൊപ്പം ഇവിടെ താമസിപ്പിക്കാമെന്നും ഒക്കെയാണ് ഈ വാഗ്ദാനത്തിൽ നൽകിയത്. തട്ടിപ്പിൽ പോലീസ് കേസെടുത്തതോടെ കോഴിക്കോട്ടെ ഫ്ളാറ്റിൽ മാറി താമസിക്കുന്നതിനിടെയാണ് ജോൺസൺ സേവിയറെ പിടികൂടിയത്. കൽപ്പറ്റ കൂടാതെ കളമശ്ശേരി, കൂരാച്ചുണ്ട് സ്റ്റേഷനുകളും ഇവരുടെ പേരിൽ കേസുണ്ട്. 3 കേസുകളാണുള്ളതെന്ന് പോലീസ് പറയുന്നു. സംസ്ഥാനത്ത് വേറെയും ആളുകൾ ഇവരുടെ തട്ടിപ്പിനിരയായിട്ടുണ്ടോ എന്ന് അന്വേഷിച്ചു വരികയാണെന്ന് പോലീസ് പറഞ്ഞു. കൽപ്പറ്റ DYSP PL ഷൈജുവിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് പ്രതിയെ പിടികൂടിയത്. ഭർത്താവിന്റെ അറസ്റ്റിന് പിന്നാലെ സംഭവത്തിൽ പ്രതികരിച്ചുകൊണ്ട് അന്ന സോഷ്യൽ മീഡിയയിലൂടെ രംഗത്തെത്തിയിരുന്നു. ഒരു വീഡിയോ ചെയ്തതിന്റെ ഭാഗമായിട്ടാണ് നിലവിലുള്ള കേസ്. പോലീസ് വിളിച്ചപ്പോഴെല്ലാം ശ്രീ ഹാജരായിട്ടുണ്ട്. കേസുമായി ഭർത്താവിന് ബന്ധമില്ല. സംഭവത്തിൽ കൂടുതൽ കാര്യങ്ങൾ ഇപ്പോൾ തുറന്നു പറയാനാകില്ല. എന്നെ വിശ്വസിക്കുന്നവരോട് ഒരു വാക്ക് എന്ന അടിക്കുറിപ്പോടെയായിരുന്നു വീഡിയോ പങ്കുവച്ചത്. തങ്ങൾ ചതിക്കപ്പെടുകയാണെന്ന ന്യായീകരണമാണ് അന്ന പറയുന്നത്. ഫാമിലി വ്ലോഗറായ അന്ന തന്റെ ഇൻസ്റ്റാഗ്രാം പോസ്റ്റിലാണ് ഇക്കാര്യങ്ങൾ വിശദീകരിച്ചത്. തങ്ങൾ തെറ്റു ചെയ്തിട്ടില്ലെന്ന അമിത ആത്മവിശ്വാസത്തിൽ ഇരുന്നതുകൊണ്ടാണ് ഭർത്താവ് ജോൺസനെ അറസ്റ്റ് ചെയ്തതെന്നും അന്ന പറയുന്നുണ്ട്. താൻ ഒളിവിലല്ലെന്നും വീട്ടിലുണ്ട് എന്നുമാണ് ഇവർ പറയുന്നത്. സത്യം തെളിയാൻ കാത്തിരിക്കണമെന്നും അന്ന വീഡിയോയിൽ പറയുന്നുണ്ട്. ഇതിന്റെ മറ്റൊരു സംഭവത്തിൽ തൃശൂർ ഇരിങ്ങാലക്കുടയിൽ ഷെയർ ട്രേഡിംഗിന്റെ പേരിൽ വൻ നിക്ഷേപക തട്ടിപ്പ്. സ്ഥാപനത്തിന്റെ ഉടമകളായ ബിബിൻ കെ ബാബുവും സഹോദരങ്ങളുമാണ് 150 കോടി തട്ടിയെടുത്ത് മുങ്ങിയത്. 10 ലക്ഷം മുടക്കിയാൽ പ്രതിമാസം 30,000 രൂപ മുതൽ 6 ലക്ഷം രൂപ വരെ ലാഭം വാഗ്ദാനം ചെയ്തായിരുന്നു തട്ടിപ്പ്. 2019 ഇരിങ്ങാലക്കുട സ്വദേശി ബിബിൻ കെ ബാബു, സഹോദരങ്ങളായ സുബിൻ, ലിബിൻ എന്നിവർ ചേർന്ന് ഇരിങ്ങാലക്കുട വിശ്വനാഥപുരം ക്ഷേത്രത്തിന് സമീപം ബില്യൺസ് പീസ് എന്ന പേരിൽ ധനകാര്യ സ്ഥാപനം തുടങ്ങിയത്. 10 ലക്ഷം നിക്ഷേപിച്ചാൽ പ്രതിമാസം 50,000 രൂപ വരെ വരുമാനം, 36% വരെ ലാഭം എന്നായിരുന്നു വാഗ്ദാനം. അറിഞ്ഞവർ പണം നിക്ഷേപിച്ചു. ചുരുങ്ങിയത് 150 കോടിയോളം രൂപയുടെ തട്ടിപ്പ് നടത്തിയതാണ് പ്രാഥമിക നിഗമനം. 1,95 ലക്ഷം രൂപ നിക്ഷേപിച്ച ആളുടെ പരാതിയിലാണ് ഇരിങ്ങാലക്കുട പോലീസ് ആദ്യം കേസെടുത്തത്. കഴിഞ്ഞ 8 മാസമായി മുതലുമില്ല, പലിശയുമില്ല. നിക്ഷേപകർ പണം ആവശ്യപ്പെടുമ്പോഴെല്ലാം ഇന്ന് നാളെ എന്ന് അവധി പറഞ്ഞ് ഒഴിവാക്കി. പലതവണ ഫോണിൽ ബന്ധപ്പെട്ടു. അങ്ങനെയിരിക്കെയാണ് ഉടമകൾ കുടുംബത്തോടെ വിദേശത്തേക്ക് കടന്നു എന്നറിഞ്ഞത്. ഇരിങ്ങാലക്കുട പോലീസ് 4 കേസുകൾ രജിസ്റ്റർ ചെയ്തു. 32 പേരാണ് ഇതുവരെ പരാതി നൽകിയത്. വിദേശത്തുള്ള പ്രതികളെ നാട്ടിലേക്ക് മടക്കിക്കൊണ്ടുവരാൻ പോലീസിന്റെ ശ്രമങ്ങൾ തുടരുകയാണ്. സംസ്ഥാനത്തിന് പുറത്തുള്ളവരും പണം നഷ്ടപ്പെട്ടവരിലുണ്ട്. ഓഫീസിൽ നിന്ന് രേഖകൾ പോലീസ് പിടിച്ചെടുത്തിട്ടുണ്ട്. ഇരിങ്ങാലക്കുടയിലെ 2 സ്ഥാപനങ്ങളും പൂട്ടി. ഇരിങ്ങാലക്കുട പോലീസിന്റെ അന്വേഷണം തുടരുകയാണ്. 2020 മുതലാണ് തട്ടിപ്പ് ആരംഭിച്ചത്. സ്ഥാപന ഉടമ ബിബിനായിരുന്നു ഈ നിക്ഷേപക സമാഹരണം നടത്തിയത്. വാഗ്ദാനത്തിൽ വീണ നിരവധി പേർ നിക്ഷേപം നടത്തി. ഇവർക്ക് ആദ്യ 5 മാസത്തോളം സ്ഥാപനം നൽകാമെന്ന് പറഞ്ഞ പലിശ ലഭിച്ചിരുന്നു. പലിശ ലഭിച്ചവർ വീണ്ടും ഇതേ സ്ഥാപനത്തിൽ തന്നെ നിക്ഷേപം നടത്തി. 2 കോടിയോളം രൂപ നിക്ഷേപം നടത്തിയവരും ഇക്കൂട്ടത്തിലുണ്ടായിരുന്നു. എന്നാൽ പിന്നീട് ഇത് മുടങ്ങി. നിലവിൽ 32 പേരാണ് ഇരിങ്ങാലക്കുടയിൽ മാത്രം സ്ഥാപനത്തിനെതിരെ പരാതിയുമായി രംഗത്തെത്തിയത്. 2024 ഡിസംബറിലാണ് ആദ്യ പരാതി ഇരിങ്ങാലക്കുട പോലീസിന് ലഭിച്ചത്. ഇതിൽ പോലീസ് കേസെടുത്തു. 1,95 ലക്ഷം രൂപ നിക്ഷേപിച്ച ആളുടെ പരാതിയിലാണ് പോലീസ് ആദ്യം കേസെടുത്തത്. തട്ടിപ്പിനിരയായ മറ്റുള്ളവരുടെ പരാതികൾ സ്വീകരിച്ചു വരികയാണ്. കമ്പനി ലാഭത്തിലാണെങ്കിലും നഷ്ടത്തിലാണെങ്കിലും എല്ലാ മാസവും നിക്ഷേപകർക്ക് പണം നൽകുമെന്നും ഇവർ ഉറപ്പു നൽകിയിരുന്നു. ഇതിന് തെളിവായി ബിബിൻ, ജെയ്ഡ, സുബിൻ, ലിബിൻ എന്നിവർ ഒപ്പുവെച്ച ചെക്കും നിക്ഷേപകർ നൽകിയിരുന്നു. എന്നാൽ ഏതാനും മാസങ്ങൾക്കകം ലാഭവിഹിതം മുടങ്ങിയതോടെ നിക്ഷേപകർ പണം തിരികെ ചോദിച്ചെത്തിയപ്പോൾ ബില്യൺ ബീസ് ഉടമകൾ ഭീഷണിപ്പെടുത്തിയെന്നും പിന്നീട് ഇവർ ദുബായിലേക്ക് കടന്നുവെന്നുമാണ് പരാതിക്കാർ പറയുന്നത്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.